ഹലോ, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നത്തെ വ്ളോഗ് ഞങ്ങൾ എന്താ പറയുക, ഒത്തിരി എക്സൈറ്റ്മെൻറ്റിൽ നിന്ന് ഒരു സിനിമ കാണുമ്പോൾ യൂട്യൂബ് പോലും ഇത്ര നേരമായിട്ട് ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇതുവരെ യൂട്യൂബ് പോലും നമ്മൾ തുറന്നു നോക്കിയിട്ടില്ല കേട്ടോ. കാരണം റിവ്യൂ വരുന്നതുകൊണ്ട്, റിവ്യൂ എന്നുള്ള ഒറ്റൊരു കാരണം കൊണ്ടാണ് ബറോസ് സിനിമ നമ്മൾ കാണാൻ പോകാതിരുന്നത്. തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു പടം തന്നെയായിരുന്നു. കുട്ടികൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഞങ്ങളിന്ന് സിനിമയ്ക്ക് വന്നത്. അതുകൊണ്ട് ചിന്നൊന്നും സ്കൂളിലൊന്നും വിട്ടിട്ടില്ല, മടിച്ച് ഇത് സ്കൂളിൽ പോയിട്ടില്ല അല്ലേടാ. എവിടെ പോവാ? അപ്പോൾ നമ്മളിനി സിനിമയ്ക്ക് പോകുന്ന ഒരു ചെറിയ വീഡിയോ വ്ളോഗായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ബാക്കി ദൃശ്യങ്ങൾ പൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. ഞങ്ങളുടെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളുടെ വീഡിയോസ് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തായാലും പറയണം. ഓക്കെ അല്ലേ? ലൈക്ക് ചെയ്യണമെന്ന് പറ. അച്ചി ലൈക്ക് ചെയ്യണമെന്ന് പറ. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, കനമ്പോ സബ്സ്ക്രൈബ് ചെയ്യണം. ഞങ്ങളവിടെ നിന്ന് നേരെ പോയത് പൊന്നുണ്ണിയുടെ സ്കൂളിലോട്ടോ. സ്കൂളിൽ നിന്നൊരു ബാഡ്ജ് ഇന്നലെ എടുക്കാൻ മറന്നു. അതെടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ മാഡം അതിലെല്ലാത്തിലും കയറി ഇറങ്ങി. ഞങ്ങൾ വിചാരിച്ചില്ല കേട്ടോ അത്രയും വലിയ സ്ലൈഡിലൊക്കെ അവൾ കയറി കളിക്കുമെന്ന്. നമുക്ക് എന്താ പറയുക, പെട്ടെന്നൊന്നും നമുക്കങ്ങ് ഉൾക്കൊള്ളാൻ പറ്റില്ല. അത്ര പെട്ടെന്ന് അവൾ വലുതാവും. ഒന്നും കുഞ്ഞായിട്ടിരുന്നാൽ മതി, അതല്ലേ നല്ലത്. അവളെല്ലാത്തിലും ഓടിച്ചാടി കയറിയത്. ഇത് ഈ ഒരു കുഴൽ പോലുള്ള ഈ സ്ലൈഡിൽ കയറിയപ്പോൾ സത്യം പറഞ്ഞു ഞാൻ വിചാരിച്ചില്ല കേട്ടോ അവൾക്ക് അതിനകത്ത് കയറാനുള്ള ഒരു ധൈര്യമൊക്കെ ഉണ്ടെന്ന്. അവൾ തന്നെ അതിനകത്ത് കയറി പുറത്തോട്ട് പോരും. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പോരാൻ വേണ്ടിയിട്ടുള്ള കഷ്ടപ്പാട് എത്ര വിളിച്ചാലും വരൂല. കരച്ചിലൊക്കെ ഏറ്റവും അവസാനം. ഞങ്ങളാണെങ്കിൽ ഒന്നും കഴിച്ചില്ലല്ലോ. സിനിമ കഴിഞ്ഞ് ഞങ്ങള് പോത്തങ്കോട് നേരെ കഴക്കൂട്ടത്തേക്കാ പോയത്. സ്കൂളിൽ പോകേണ്ടതുകൊണ്ട് കഴക്കൂട്ടം നോമ്പ് സമയമായതുകൊണ്ട് പകല് കുറെ ഹോട്ടലുകളൊക്കെ അവധിയാണ്. മിക്ക ഹോട്ടലുകളും പകല്. അങ്ങനെ ഞങ്ങള് സ്കൂളിൽ നിന്ന് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് പോയി. അതായത് ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വരുന്നത് നോക്കിയിട്ട് കാണുന്നില്ല കേട്ടോ. അപ്പം ഞാൻ എനിക്ക് വിളിക്കുന്നുണ്ട് തച്ചന്, ചിന്നു ചിന്നു ചിന്നുന്ന്. അവസാനം ദൈവം വന്ന് ചിരിച്ചുകൊണ്ട്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത്. ഒരു ചൈനീസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയത്. എന്താ പറയുക, അതിൻ്റെ അകത്തൊക്കെ കയറിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു. ഒരു ടിബറ്റൻ സ്റ്റൈലിലുള്ളൊരു ഒരു റെസ്റ്റോറൻറ്റ്, നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചെന്നിരുന്ന് ഫുഡൊക്കെ ഓർഡർ ചെയ്ത്. അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ ഒരു വീഡിയോ എടുത്തത്. ചിന്നുവിന് നമ്മൾ നൂഡിൽസാണ് ഓർഡർ ചെയ്തത്. നൂഡിൽസ് അവർ കുക്ക് ചെയ്തിട്ട് അതിനകത്ത് ഉപ്പും
മറ്റേ ഒലിവ് ഓയിലിൽ സോട്ട് ചെയ്തിട്ട് എടുത്ത ഒരു നൂഡിൽസാണെന്ന് തോന്നുന്നു. അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ ആൾ നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു. പിന്നെ ആൾ കുറച്ച് കഴിച്ചിട്ട് പിന്നെ ആളത് നിർത്തി. പിന്നെ സോസൊന്നും കഴിക്കാറില്ല, അവർക്ക് സോസൊന്നും അങ്ങനെ ഇഷ്ടമല്ല. പക്ഷെ ഇന്നെന്തോ സോസൊക്കെ എടുത്ത് നക്കി നോക്കുന്നുണ്ടായിരുന്നു. സോസ് അങ്ങനെ കൊടുക്കാറില്ല. ഇന്ന് എന്താണാവോ അതൊക്കെ എടുത്ത് നക്കി നോക്കുന്നുണ്ട്. എനിക്ക് കൂട്ടുകയായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ആകെ ടയേർഡായി. കാരണം വളരെയധികം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഫുഡിന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിരിയാണി ഞാൻ ഓർഡർ ചെയ്ത ഒരു കൽക്കട്ട ബിരിയാണിയാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല ഫുഡായിരുന്നു. പക്ഷെ നമുക്ക് അത്രയും ഫുഡൊന്നും കഴിക്കാൻ പറ്റില്ല. ഒരു ബിരിയാണി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഫുള്ളൊന്നും കഴിക്കാൻ പറ്റില്ല. എനിക്ക് വളരെ അധികമായിരുന്നു. ഭയങ്കര അഭിനയം, സോസ് കഴിക്കുന്നതിൻ്റെ അഭിനയമാണ് കേട്ടോ കാണുന്നത്. ഭയങ്കര അഭിനയമായിരുന്നു സോസ് കഴിക്കുമ്പോൾ. ആള് അത്രേ കഴിച്ചുള്ളൂ, പിന്നെ നിർത്തി, സ്റ്റോപ്പ് ചെയ്തു. അല്ല, പിന്നെ കഴിക്കുന്നുണ്ട്. അപ്പം ഞാനവിടെ നിന്നിട്ട് കമൻറ്റുകൾ പറയുന്നത്, മില്ലേനിയം സ്റ്റാർസ് സിനിമയിൽ ഹരിശ്രീ അശോകൻ നൂഡിൽസ് കട്ട് ചെയ്യുന്ന പോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് കളിയാക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് വന്നു. ഞാൻ പറഞ്ഞത് ഞാൻ കൽക്കട്ട ബിരിയാണിയാണ് ഓർഡർ ചെയ്തത്. എറണേട്ടൻ എന്തൊരു കോംബോ, ഫ്രൈഡ് റൈസ്, ചിക്കൻ 65, സൂപ്പൊക്കെ ഉള്ളൊരു കോംബോ ആണ് ഓർഡർ ചെയ്തത്. അത് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഇറങ്ങിയപ്പോൾ അവൾ ഭയങ്കര വാശിയായിരുന്നു, പിന്നെ അവിടെ തന്നെ പോകണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു ഫിഷ് ടാങ്കൊക്കെ കാണിച്ച് അവളൊന്ന് സോപ്പിടാൻ ശ്രമിച്ചതാണ്. അപ്പോൾ അവൾ ആ സോപ്പിലൊക്കെ വീണു. സിനിമയുടെ റിവ്യൂ ഒന്നും ഞാൻ പറയുന്നില്ല. അങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട പടം തന്നെയാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് വീട്ടിലെത്തി. എന്താ പറയുക, ഭയങ്കര ചൂട്. ഞങ്ങൾ കാർ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് 2 വീലറിൽ പോയാൽ എൻ്റെ മുന്നേ പൊരി വെയിലെന്ന് പറഞ്ഞാൽ പൊരി വെയിൽ ചത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ ഞെക്കണം. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ചെറിയ വീഡിയോസാണ്. കാരണം എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ കുറേ നാളായാലും വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഭയങ്കര ഡൗൺ ആയിട്ടൊക്കെ എടുക്കുന്നത്, വ്യൂസൊക്കെ കയറുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ചെറിയ ചെറിയ വീഡിയോസ് നിങ്ങളെയും കൂടി കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോസൊക്കെ എടുത്തത്. ഞങ്ങൾ തിയേറ്ററിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. നല്ല തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ തിരക്കുണ്ടായിരുന്നു, ഹൗസ്ഫുള്ളായിരുന്നു. ഞാനന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട്, ഈ ബുക്കിംഗ് ഓപ്പണായ അന്ന് ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് കിട്ടാനേ ഇല്ല ടിക്കറ്റ്. നമ്മൾ എപ്പോഴും പോകുന്നത് സ്റ്റേഡിയത്തിൻ്റെ അവിടെയുള്ള കാർണിവലായിരുന്നു. ഇപ്പം അതിൻ്റെ പേര് മാറ്റി, ഞാൻ മറന്നുപോയി പേര്. അവിടെയായിരുന്നു എപ്പോഴും സിനിമയ്ക്ക് പോവാറ്. വയ്ക്കാം. ഞങ്ങൾ സിനിമ കാണാൻ പോയപ്പോൾ വാങ്ങിച്ച പൊട്ടാറ്റോ ചിപ്സാണ് ഇരുന്ന് കഴിക്കുന്നത്. അത് ആഹാരമാണ് കുട്ടിയുടെ, വേറെ ഒന്നും കഴിച്ചിട്ടില്ല. നൂഡിൽസ് വേണമെന്ന് പറഞ്ഞിട്ട് നൂഡിൽസ് വാങ്ങിച്ചിട്ട് ആദ്യമൊക്കെ യമ്മി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അത് കഴിച്ചില്ല, അവിടെ വെച്ചിട്ട് പോകും. പിന്നെ സൂപ്പ് വേണമെന്ന് പറഞ്ഞാൽ സൂപ്പ് വാങ്ങിച്ചിട്ട് അതും കുടിച്ചില്ല. ഒരു ചിപ്സാണ് കഴിക്കുന്നത്. ചോറ് സാമ്പാറും വേണ്ടേ? വേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബുക്ക് ചെയ്യാൻ നോക്കിയിട്ട് ടിക്കറ്റൊന്നും കിട്ടിയില്ല കേട്ടോ. സൈറ്റിലേക്ക് കയറാനേ പറ്റുന്നില്ല. നമ്മൾ പേയ്മെൻറ്റിൻ്റെ ഓപ്ഷൻ പോകുമ്പോൾ എററായി കാണിക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു അവസാനം. എന്താ പറയുക, നമ്മൾ ഇവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോയ സമയത്ത് റോഡിൽ നിന്നിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ നമുക്ക് കിട്ടിയത് പോത്തങ്കോടുള്ള HK സിനിമാസാണ് കിട്ടിയത്. കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ റിക്ലൈനറിൽ ഇരുന്നൊക്കെ കാണുന്ന സുഖമൊന്നും അവിടെ കിട്ടില്ലല്ലോ. പിന്നെ മോൾക്ക് 4 വയസ്സായതുകൊണ്ട്, 4 വയസ്സല്ല, അതിന് നമ്മൾ എപ്പോൾ തിയേറ്ററിൽ സിനിമ കാണാൻ പോയാലും എപ്പോഴും അവൾക്ക് കൂടി ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യും. കാരണം വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ തറയിലിരുന്ന് കാണേണ്ടി വരും. എപ്പോഴും തറ ടിക്കറ്റ് അവരുടെ പതിവ്. അതുകൊണ്ട് അവൾക്ക് കൂടി ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് സിനിമയ്ക്ക് പോകുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഞാൻ ഇനി വേറൊന്നും പറയാനില്ല. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ സജഷൻസ് പറയുക, കമൻറ്റ് ചെയ്യുക, എന്തൊക്കെയാണ് സജഷൻസ് എന്നുള്ളത്.
പിന്നെ എന്തെങ്കിലും വീഡിയോസ് ഇങ്ങനെ വീഡിയോസ് ഇടുന്നതിനെ കുറിച്ച് എന്തെങ്കിലും നമ്മൾ എന്താ വീഡിയോ ആണ് പോസ്റ്റ് ചെയ്യേണ്ടത് അങ്ങനെ എന്തെങ്കിലും സജഷനൊക്കെ ഉണ്ടെങ്കിൽ പറയും. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയാണ്, ബെൽ ബട്ടൺ ഞെക്കിയാലേ എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് വരുള്ളൂ കേട്ടോ. ടാറ്റാ ചിന്നു, ടാറ്റ പറ.